ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജിൽ നിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വണ്ടി എൻ്റെ ഗാരേജിൽ പെയിൻ്റ് അടിച്ചിട്ട് 1 വർഷം 1 മാസമായിട്ടുണ്ട്. അപ്പോൾ 1 വർഷം 1 മാസമായ വണ്ടിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഒരു വണ്ടി നിങ്ങൾ പെയിൻറ്റിങ് ചെയ്തിരുന്ന വീഡിയോസ് ഏകദേശം ഒരു 10 മാസം 11 മാസം മുമ്പ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വണ്ടി പെയിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വണ്ടിയിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനുശേഷം നമ്മളെ ഈ ഒരു വണ്ടിയിൽ പിന്നെ ഒരു ടച്ചപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വണ്ടി അന്ന് പെയിൻ്റ് അടിച്ചതിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 3Mൻ്റെ വാക്സ് പോളിഷിങ് കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഇന്ന് ഈ ദിവസം വരെ, ഇത് ഫെബ്രുവരി 20 വരെ, നമ്മൾ 2024 വരെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ആ പെയിൻ്റ് അടിച്ച അവസ്ഥയിലേക്ക് തന്നെയാണ്. വണ്ടി അവിടെ ഇവിടെയൊക്കെ ചെറിയ തട്ടും ഒരച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അതിക്ക് മുമ്പ് നമ്മൾ ഈ വണ്ടിയിൽ അടിച്ചിട്ടുള്ള പെയിൻറ്റിൻ്റെ മെറ്റീരിയൽ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് പോവാം. നമ്മളപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാ വണ്ടിയും പെയിൻറ്റിങ് ചെയ്യണമാതിരി തന്നെയാണ് ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ ഈ ഒരു വണ്ടിക്ക് ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഞാൻ ഒന്നെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ പെയിൻറ്റാണ്. നമ്മൾ ചൂസ് ചെയ്തത് BMW തന്നെ ഒരു ബ്ലൂ കളറാണ്, ബ്ലൂ മെറ്റാലിക് കളറാണ്. അത് നമ്മൾ അടിച്ചതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് പെയിൻ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തടിക്കുക, ക്ലിയറാണ് അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലിയറാണ് കേട്ടോ. ഇത് ക്യാപ്സിയുടെ ക്ലിയർ കോട്ടാണ്. ഈ 2 ലിറ്റർ ക്ലിയർ മതി നമ്മൾക്ക് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് അടിക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ക്ലിയർ കോട്ടിൽ ആഡ് ചെയ്യേണ്ട ഹാർഡനറാണ്. ഇത് ടിന്നറാണ് കേട്ടോ, ക്യാപ്സിക്ക് വരുന്ന ടിന്നറാണ്. ഇത് നമ്മൾ ക്ലിയർ കോട്ടിൽ എന്തായാലും ഈ ഒരു ടിന്നർ നമ്മൾ ആഡ് ചെയ്യാം. പെയിൻറ്റ് കോട്ടിൽ നമ്മൾ നോർമൽ PU ടിന്നർ അണ്ടർ കോട്ടിൽ ആഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്സിയുടെ ടിന്നർ ഇതിൻ്റെ മെയിൻ കോട്ടിലും ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പെയിൻറ്റും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഉള്ളത്. ഇത് പിന്നെ പ്ലാസ്റ്റിക് പ്രൈമറാണ്. നമ്മളിപ്പോൾ ബമ്പറും കാര്യങ്ങളൊക്കെ അടിക്കണം, പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തിയാലാണ് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒളിഞ്ഞു പോകാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് പ്ലാസ്റ്റിക് പ്രൈമറാണ്. അപ്പോൾ ഇതും സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ മാസ്കിൻ ടൈപ്പ്, എല്ലാവർക്കും അറിയണ മാതിരി തന്നെ. ഇത് ടൈ ക്ലോത്താണ്. ഈ ടൈ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടിട്ടിപ്പോൾ വേണ്ട, വണ്ടി പുറത്തിട്ടാണ്, നിറച്ച് കച്ചറയാണ്. ഇതിപ്പോൾ തുടച്ച് നമ്മൾ നോർമൽ ക്ലോത്ത് വെച്ച് തുടച്ച് ക്ലിയർ ചെയ്ത് എടുക്കും. അതിനുശേഷം ഇതുമ്പോൾ സ്പോട്ടുകളെല്ലാം തീർക്കും. അതിനുശേഷം പെയിൻ്റ് അടിക്കാനാണ് തൊട്ട് മുമ്പ് ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വണ്ടി ഫുള്ളായിട്ട് തുടയ്ക്കും. ഇതുമ്പോൾ ഒരു മെഴുകുമാതിരി ഒരു സംഭവമുണ്ട്. അപ്പോൾ ഉള്ള ഡസ്റ്റ് മൊത്തം ഈ ഒരു ക്ലോത്ത് പിടിച്ചോളും. അതിനുവേണ്ടി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇനിയിപ്പോൾ വണ്ടിമൊക്കം വന്നിട്ടുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ഒന്നും ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വന്നിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തട്ടിയിട്ടുള്ള കംപ്ലയിൻറ്റുകൾ. ഇവിടെ ഒരു റണ്ണിങ് ബോർഡ് സൈഡ് വശം തട്ടിയിരുന്നു. അതേപോലെ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് സ്ക്രാച്ച് വന്നിരുന്നു. വണ്ടി ഇടിച്ചതാണ്, ഫ്രണ്ട് തട്ടിയതാണ്. അതേപോലെ ഇതിവിടെ തട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ബാക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു പാറയും ഇങ്ങനെ കുളത്തി പിടിച്ചു. ആ സമയത്ത് വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ ബമ്പർ പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്, 2 കംപ്ലയിൻറ്റ് ഈ ഒരു വണ്ടിക്ക് നിലവിൽ വണ്ടി തട്ടിയ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ പത്തൽ സ്ക്രാച്ചസുകളല്ലാണ്ട് വേറെ കംപ്ലയിൻറ്റുകൾ ഒന്നുമില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ്. പത്തൽ സ്ക്രാച്ച് ഇവിടെ ഒന്നുമില്ല, ഇതിവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്. അതായത് ഈ വണ്ടി ഞാൻ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം സെറാമിക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് അടിച്ച് ആ ഒരു ടൈമിൽ നമ്മൾ വാക്സ് പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വാക്സ് പോളിഷിങ് 3Mൻ്റെ ചെയ്തിരുന്നു. വേറെ സെറാമിക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സെറാമിക് ചെയ്യണത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ കാക്ക തൂർന്നത്, അതേപോലെ നമ്മൾ ഈ പക്ഷികളൊക്കെ അപ്പിടണ സമയം കാട്ടം വീണിട്ട് വരുന്ന കംപ്ലയിൻറ്റുകൾ, അപ്പോൾ ആ സിറ്റ് റിയാക്ഷൻ മൂലം ഉണ്ടാവുന്ന പെയിൻറ്റ് കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊന്നും സെറാമിക്കൊക്കെ ചെയ്ത വാഹനങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നുമില്ല. ഞാൻ പ്രോപ്പറായിട്ട് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം അങ്ങനെ ഒരു പാടും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സാധാരണ ഷാമ്പൂ കാര്യങ്ങളല്ല,
3Mൻ്റെ തന്നെ വണ്ടി വാഷ് ചെയ്യണ ഷാമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കാരണം വേറെ കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ ഷാമ്പു വാഷിങ് സമയത്ത് വരുന്ന കംപ്ലൈൻറ്റുകളൊന്നും നമ്മുടെ വണ്ടിക്ക് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ സ്ക്രാച്ചസുകൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് വണ്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇറക്കുന്ന സമയത്ത് വന്നാണ് സ്ക്രാച്ചസ്. പിന്നെ ഈ ഒരു സംഭവം നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി, PPF ഉള്ളിൽ ഒട്ടിക്കണ പരിപാടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹാൻഡിലിൻ്റെ ഭാഗത്തിന് ഏറ്റവും കൂടുതൽ സ്ക്രാച്ചസുകൾ വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവായിട്ടുണ്ട് കേട്ടോ. അവിടെ PPF വന്നപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ എഡ്ജ് പറഞ്ഞിട്ട് ചെറിയ സ്ക്രാച്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എഡ്ജിൽ വന്നിട്ടുണ്ട്. വേറെ അങ്ങനെ കംപ്ലൈൻ്റ് എന്ന് പറയാം ബമ്പറിന് ചെറിയ സ്ക്രാച്ചസുകൾ. പിന്നെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വീഡിയോ മൊത്തത്തിലൊന്ന് ഓടിക്കാം. ഈ ഭാഗത്തുള്ള സ്ക്രാച്ചൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഈ PPF ഒട്ടിച്ചായിരുന്നു. ഇത് PPFൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ അലോയ് വീല് പെയിൻ്റ് അടിച്ചപ്പോൾ ചിലവരുടെ ഡൗട്ടാണ്, അലോയ് വീല് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഈ ഒലിഞ്ഞു പോകുന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഞാനിപ്പോൾ അലോയ് വീല് ഗൺ മെറ്റാലിക് ഗ്രേയിൽ കുറച്ച് നമ്മുടേതായ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചിട്ടുള്ള ഒരു അലോയ് വീലാണിത്. ഇതിൻ്റെത് ഇവിടെ വണ്ടി അത് തട്ടിയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് പോകും. അതായത് എന്തെങ്കിലും ഇപ്പോൾ പാറയമ്മ തട്ടേ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് പോകും. ഇവിടെ പോയിട്ടുണ്ട്, ഇതിവിടെ പോയിട്ടുണ്ട്. അതല്ലാണ്ട് പെയിൻറ്റ് ഒലിഞ്ഞു പോണ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അലോയ് വീലും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ചിട്ടൊന്നും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും അലോയ് വീലും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. വണ്ടി വല്ലയിടത്തും ഉറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പിനിടണ സമയത്ത് അല്ലെങ്കിൽ ടയർ മാറ്റുന്ന സമയത്ത് വന്നാണ് അരച്ചിലാണ് വേണ്ട. അങ്ങനെയുള്ള സംഭവങ്ങളല്ലാണ്ട് വേറെ പെയിൻ്റ് ഒളിഞ്ഞു പോവേ കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വണ്ടി 1 വർഷം 1 മാസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും നിങ്ങളെ വീഡിയോയിൽ കണ്ടിരിക്കും. ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. BMW എന്ന് പറഞ്ഞ ഒരു കളറാണ് നമ്മളിതിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഞാൻ തന്നെയാണ് വാഷ് ചെയ്തതാണ്. അതല്ലാണ്ട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സീറ്റ് വർക്ക് അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. ആ സീറ്റ് വർക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു വേറെ ഇടിച്ചിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. സ്ലിങ്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് നൈലോൺ സ്റ്റിച്ചിങ്ങിൽ വൈറ്റ് നൂല് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സീറ്റിൻ്റെ ഇതും 1 വർഷം 1 മാസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ്. അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഞാൻ പ്രിപ്പയർ ചെയ്ത് എടുക്കണ വീഡിയോ അല്ല, കാരണം ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നത് ഒറിജിനലായിട്ട് തന്നെ എടുക്കണം. അത് കാരണം പ്രോപ്പർ വാഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ നാടൻ രീതിയിൽ കാണിച്ചു എന്നുള്ളൂ. 1 വർഷം 1 മാസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപ്സി എന്ന ബ്രാൻഡിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നും ചില സമയങ്ങളിൽ ചില വാഹനങ്ങളിൽ കുട്ടികൾക്കൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും റസ്റ്റ് ഇഷ്യൂസൊക്കെ ആയിട്ട് വരുന്നല്ലാണ്ട് മേജറായിട്ട് ഈ പെയിൻറ്റിന് അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒന്നും അങ്ങനെ വരാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഒരു വണ്ടി പെയിൻ്റ് അടിച്ചിട്ട് 1 വർഷം 1 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 32,000 കിലോമീറ്ററും ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം. എന്നിട്ട് വന്നിട്ടുള്ള കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതും. അതേപോലെ നിങ്ങൾക്ക് ഈ കാണുന്ന മാതിരിയിട്ടുള്ള ഈ ഒരു ഫിനിഷിങ്ങിൽ നിലനിർത്താനുള്ള കാരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ്. ഇത് പ്രൊമോഷനൊന്നല്ല കേട്ടോ, ഇത് 3Mൻ്റെ ഒരു ഷാമ്പൂണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യും. ഫൈബർ ക്ലോത്ത് ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ കിട്ടും. ഫൈബർ ക്ലോത്ത് നമ്മൾ സാധാ തോർത്തൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ വട്ടത്തിലുള്ള റൗണ്ടിലുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വണ്ടിമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തോർത്തൊന്നും ഉപയോഗിക്കാണ്ട് ഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ക്ലോത്ത് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് വരുന്ന സ്ക്രാച്ചസുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സെറാമിക് കോട്ടിങ് ഒക്കെ ചെയ്യണത് നല്ലതാണ്. നമ്മളിവിടെ ഇപ്പോൾ ചെയ്യണില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സെറാമിക് ചെയ്യണ സമയത്ത് പറഞ്ഞാൽ നമ്മൾ ഈ കാക്ക തൂർന്നതും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാഷ്ടങ്ങളൊക്കെ വരുമ്പോൾ വരുന്ന കറകളും കാര്യങ്ങളൊക്കെ
ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബോഡിയിലേക്ക് പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു കോട്ടിങ് കൂടിയും വരും. അതേപോലെ തന്നെ ഗ്ലേസിങ് നിലനിർത്തും. അതേപോലെ ചെറിയ സ്ക്രാച്ചുകൾക്ക് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഭയങ്കര പ്രൊട്ടക്ഷനൊന്നും സെറാമിക്കിനില്ല. അത് PPFനാണ്, ഫിലിം ഒട്ടിക്കണ ഒരു ഇതിനാണ് അധികം പ്രൊട്ടക്ഷൻ വേണ്ടത്. പക്ഷേ സെറാമിക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആസിഡ് പിന്നെ ക്ലോറിൻ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള വാഷിങ്ങിലൊക്കെ നിന്നുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടുമെന്നാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളുടെ വണ്ടിയുടെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ നിങ്ങൾ വാഷിങ്ങൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇതേപോലുള്ള വീഡിയോ നമ്മുടെ ആര്യം നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് 1 വർഷം 1 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യണതാണ്. പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ മാക്സിമം ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.